പറഞ്ഞപ്പോ ഇറക്കുണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് ഞാൻ പൊക്കം വെച്ചോ. ഈ കാലൊക്കെ ഓക്കെ. ഹലോ, വരണം. രാമൻകുട്ടിക്ക് പാൻസ് നന്നായി ചേരുന്നുണ്ട്. താങ്ക്സ്. മുണ്ടുടുക്കുമ്പോ ഒരു കൺട്രി ലുക്കാ. അയ്യോ, ബേസിക്കലി യു നോ ഐ ആം നോട്ട് മുണ്ടു. അതൊക്കെ എന്റെ വർക്ക് ഇൻട്രസ്റ്റ്. ആക്ച്വലി ഞാൻ മോഡേൺ ആണ്. അയ്യോ, അച്ഛൻ ഇഷ്ടം മുണ്ടാ. അതല്ല, അച്ഛൻ എവിടെയെന്ന് ചോദിച്ചാ അകത്ത് പോയോ പുറത്തുണ്ടോ? എന്താ? അല്ല, പുറത്തു പോയോ അകത്തുണ്ടോ? അച്ഛനും അമ്മയും കൂടെ അമ്പലത്തിൽ പോയിരിക്കാ. തൊഴാനായിരിക്കും. അല്ല, കുമ്പസാരിക്കാൻ. ഗുഡ്. തൊഴാനല്ലാണ്ട് ആരെങ്കിലും അമ്പലത്തിൽ പോവോ? ഓ, കേറിയിരിക്കൂ പ്ലീസ്. വരൂ. വേണ്ട, ഒന്നും വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നേ. ഇവരൊക്കെ എന്റെ കോളേജ് ഫ്രണ്ട്സാ. ഇത് തെക്കേടത്തെ രാമൻകുട്ടി, ചേച്ചിയുടെ ഹസിന്റെ ബ്രദറാ. ഇരിക്കൂ, ഞാൻ ബ്രസിന്റെ കതറാ. അല്ല, ഹസിന്റെ ബ്രദറാ. ആളി കാണുന്ന പോലൊന്നുമല്ല, വലിയ കവിയാ. ശവിയല്ല, കവി, മഹാകവി. വള്ളത്തോളിന്റെ തോളോടൊപ്പം നിൽക്കുന്ന ആളാ. ഒരര ഇഞ്ചിന്റെ കുറവേ ഉള്ളൂ. എന്നാ പിന്നെ ഞാനങ്ങട്. അയ്യോ, ഇവിടെ ഇരിക്കുന്നേ. ഇരിക്കേ. വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. ചൂടെടുക്കുന്നുണ്ടോ? വേണമെങ്കിൽ ജനാല തുറന്നിടാം, നല്ല ഇളം കാറ്റ് വീശും. പക്ഷേ തേങ്ങാക്കുലകൾ ആടും തോന്നണില്ല. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? കവിതയാണ് മോളെ, അതൊന്നും വിവരമില്ലാത്തവർക്ക് മനസ്സിലാവില്ല. രാമൻകുട്ടിയുടെ ലേറ്റസ്റ്റ് കവിത കേട്ടിട്ടുണ്ടോ? അതാണ്. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. അവിടെ ഇരിക്കില്ല. ഒന്നുമില്ല. ഇപ്പൊ വീണേനെ. കാറ് അച്ഛൻ വന്നു. അച്ഛൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ. നമ്മുടെ രാമൻകുട്ടിയുടെ കവിതയാണല്ലോ കേൾക്കുന്നത്. എന്താ രാമൻകുട്ടി, ഇളങ്കാറ്റിലുള്ള തന്റെ കൊലകളുടെ ആട്ടം ഇതുവരെ നിന്നില്ലേ? സാറെന്താ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? അതൊക്കെ പറയാം. അകത്തേക്ക് പോണോ? പാടോ. ഇവിടെ നല്ല കാറ്റുണ്ട്. പെട്ടെന്നൊരു ധൃതി. മിനിങ്ങാന്നൊരു അടിയന്തരമുണ്ട്. അല്ല, നാളെ. രാമൻകുട്ടിയുടെ കവിത എങ്ങനെയുണ്ട്? കവിത വളരെ നന്നായിരുന്നു. ഏതെങ്കിലും അച്ചടിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല. നന്നായി. അച്ചടിച്ചു വന്നിരുന്നെങ്കിൽ ആരെങ്കിലും പിടിച്ച് അടിച്ചേനെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ, മക്കളെ വിട്ടോ. അച്ചു പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത് താനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്ന്. MSc മാർക്സ്, അതും ഹൈ മാർക്കോടെ. എന്നിട്ട് യാതൊരു ജോലിക്കും പോകാതെ കല്യാണ വീടുകളിൽ കാര്യസ്ഥനായിട്ട് നടക്കുക. അല്ല, ഈ പന്തല സെറ്റും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ രാമൻകുട്ടി ഇല്ലെങ്കിലും അതൊക്കെ അങ്ങ് നടന്നോളൂ. അല്ലെങ്കിൽ പിന്നെ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്കോടെ പാസ്സായത് എന്തിനാ? അതെ, 1-2 ഇന്റർവ്യൂവിന് പോയിട്ട് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും ശ്രമിക്കാതിരിക്കുന്നത് ശരിയല്ല. അപ്പോ അച്ചോട്ടനെല്ലാം പറഞ്ഞല്ലേ? ഏതായാലും ഞാനും അച്ചും കൂടി ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. നമ്മുടെ പുതിയ ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ അസിസ്റ്റന്റ് മാനേജറുടെ പോസ്റ്റിലേക്ക് തന്നെ ഞങ്ങൾ നിയമിച്ചു കഴിഞ്ഞു. അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇത് പിടി, എന്നിട്ട് നാളെ തന്നെ പോയി ജോയിൻ ചെയ്യും. വേണ്ട സാർ. വേണ്ടെന്നോ? എടോ, തനിക്ക് അതിനുള്ള എഫിഷ്യൻസിയും ക്വാളിഫിക്കേഷനും ഉള്ളതുകൊണ്ട് തന്നെയാ നിയമിക്കുന്നത്, അല്ലാതെ വേറൊന്നും വിചാരിക്കണ്ട. അതുകൊണ്ടല്ല, പഠിച്ച് പാസ്സായി നല്ലൊരു ജോലിക്ക് പോകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഫ്രീ ടൈമുകളിൽ അച്ചുവിന്റെ കൂടെയും കൂടും. കലവറയിലെ കാര്യസ്ഥനായിട്ട് തന്നെ. പഠിത്തം കഴിഞ്ഞ് ഫ്രീ ആയതോടെ പിന്നെ അത് സ്ഥിരമായി തുടങ്ങി. ഞങ്ങൾക്ക് വേണ്ടി അച്ചുവേട്ടൻ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. അച്ചുവേട്ടൻ നിർബന്ധിച്ചിട്ട് ഞാൻ ചില ഇന്റർവ്യൂവിനൊക്കെ പോയിന്ന് പറഞ്ഞില്ലേ? എന്നെ പലയിടത്തും നിയമിച്ച, പക്ഷേ ജോലി കിട്ടിയില്ലെന്ന് കള്ളം പറഞ്ഞ് അച്ചുവേട്ടൻ ഞാൻ പറ്റിക്കായിരുന്നു. തീയും പുകയും കൊള്ളാൻ അച്ചുവേട്ടൻ ഇങ്ങനെ തനിച്ചാക്കിയിട്ട് എനിക്കൊരു ഓഫീസിൽ പോയിട്ട് ഫാൻ്റെ ചുട്ടിലിരിക്കണ്ട, അത് ശരിയാവില്ല. അച്ചുവേട്ടനെ വിട്ട് ഞാനങ്ങും പോവില്ല സാർ. കണ്ടോടി, ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. പോലെ ഞാനുണ്ട്. ഞാൻ കോളേജിന് മുമ്പിൽ ഇറങ്ങിക്കോളാം. ഞാൻ പെൺകുട്ടികൾക്ക് ലിഫ്റ്റ് കൊടുക്കാറില്ല. ഈ രാമൻകുട്ടി എന്താ ഇങ്ങനെ? രാമൻകുട്ടി ഇപ്പൊ ഇങ്ങനെയാ. പക്ഷേ എനിക്ക് ഈ രാമൻകുട്ടി ഇഷ്ടായി. റിയലി യു ആർ ഗ്രേറ്റ്. നിങ്ങളുടെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടായി. ഐ ലൈക്ക് യു. പക്ഷെ നിന്റെ ക്യാരക്ടർ എനിക്ക് തീരെ ഇഷ്ടായില്ല. നിന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കിയപ്പോ ഞാൻ മിണ്ടാതിരുന്നതേ. അച്ഛനും ഈ ഓഫീസ് മുറിയിലുണ്ടോ? ഇല്ല, അകത്താ. അകത്താണോ? ഞാൻ വേറെ ഉണ്ണാക്കനായതുകൊണ്ടല്ല, എന്റെ ഏടത്തിയമ്മയുടെ അനീതി ആയതുകൊണ്ടാ ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ വെച്ച് കൊച്ചാക്കണ്ടെന്ന് വെച്ച് വെറുതെ വിട്ടത്. എടി, പെൺപിള്ളേരായ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. അതെങ്ങനെയാ? നീ ആണാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇങ്ങോട്ട് നിന്റെ ഈ തൊലിക്കറുപ്പും സൗന്ദര്യമില്ലായ്മയും കണ്ട് ഞാൻ അങ്ങോട്ട് മയങ്ങൂന്ന് നീ വിചാരിച്ചോ? ഐ ലൈക്ക് യു.
ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാ മോന്തക്കിട്ട് കിണ്ണാൻ വെച്ചരും കേട്ടേ. ചിരിക്കണ്ട, ഞാൻ വീണതല്ല, ഇവിടുത്തെ മണ്ണ് ടെസ്റ്റ് ചെയ്തതാ. ഈ വണ്ടി ഉണ്ടാവും, വേറെ വണ്ടി വിളിക്കണല്ലോ. ചേടാ, ഇത് പണ്ട് ശിവന്റെ മുടിവെട്ടാമെന്ന ബാർബറെ കഴുത്തി കിടന്ന പാമ്പ് കടിച്ചോടിച്ച പോലെ ആയല്ല. ആ പെണ്ണ് മോത്തോക്കി അയലാക്കുന്നു പറഞ്ഞപ്പോ അവളെ ചീത്തയും വിളിച്ച് വന്നിരിക്കുക ഇൻസ്റ്റാൾമെന്റ് ഫെലോഷിപ്പ്. എടാ, പെൺകുട്ടികൾ നമ്മുടെ തലയെ കയറാൻ ശ്രമിച്ചാ അപ്പൊ തന്നെ വലിച്ച് താഴേക്ക് ഇട്ടേക്കണം, ഇല്ലെങ്കിൽ ഭാവിയിൽ അത് ദൂഷ്യം ചെയ്യും. പിന്നെ ഈ അയിലേക്കു എന്നൊക്കെ പറഞ്ഞാൽ പ്രേമാണെന്ന് എന്താ ഉറപ്പ്? അയിലേക്ക് സാമ്പാർ എന്ന് പറയില്ലേ, അയിലേക്ക് ഇഞ്ചിക്കറി, അയിലേക്ക് അവിയല്, അങ്ങനെ ഒരു അയിലേക്ക് ആയിക്കൂടെ? എടാ, ഈ അയിലേക്ക് മറ്റേ അയിലേക്ക് തന്നെയാ. ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ അല്പം പൊതിഞ്ഞേ പറയാറുള്ളൂ. നമ്മൾ ഉടനെ അതങ്ങോട്ട് തുറന്നേക്കണം. അല്ലെങ്കിൽ അവൾ ആ പൊതിയും കൊണ്ട് വേറെ അടുത്ത് പോയി കളയും. പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അതെ, നിന്റെ മനസ്സിൽ പൊതിഞ്ഞു വെച്ചേക്കണ സ്നേഹം എത്രയും പെട്ടെന്ന് നീ തുറന്നു കാണിക്കണം. പിന്നെ സ്നേഹം മണ്ണാങ്കട്ടാണ് കുതിരയോട്. ആ കുതിരയോട് നിനക്ക് സ്നേഹമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ശരപഞ്ചരത്തിൽ ജയം നടക്കണ പോലെ ആ കുതിരയുടെ പിന്നിൽ മസിലും പിടിച്ച് ഇങ്ങനെ നടക്കണേ? അല്ലെങ്കിൽ ഇതിനു മുമ്പ് എത്രയോ കല്യാണ വീടുകളിൽ എത്രയോ കുതിരകളെ നീ കണ്ടിരിക്കണു. ആ കുതിരകളോടൊന്നും തോന്നാത്ത അടുപ്പവും സ്വാതന്ത്ര്യമൊക്കെ ഈ കുതിരയോട് മാത്രം നിനക്ക് എന്താ തോന്നിയത്? ഇനി ഞാനൊരു സത്യം പറയട്ടെ, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരുന്നു. നിങ്ങൾക്ക് 5 കുട്ടികളുണ്ട്. അത് തനിക്ക് എങ്ങനെ അറിയാം? അന്ന് ഇവന്റെ ഇളയ മോൻ ഞാനായിരുന്നു. ടിൻഡു എന്നായിരുന്നു പേര്. മാസ്റ്റർ ടിൻഡു മോൻ. നഴ്സറി പഠിക്കുമ്പോ ഷുഗർ വന്ന് മരിച്ചു. ഏത് സ്കൂളില്? ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ നടത്തറ. അതുകൊണ്ടാ ഞാൻ പറയണേ, നീ വേഗം കല്യാണം കഴിക്കും. അച്ഛനും കൂടെ എഴുന്നേറ്റേ. എനിക്കൊരു അമ്മയുടെ അച്ഛന്റെയും വാത്സല്യം കിട്ടിയിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിച്ചു കിടക്കുമ്പോ എനിക്ക് അതിന്റെ നടുവിൽ കിടന്ന് ഇങ്ങനെ കൊഞ്ചണം. വാത്സല്യം വേണേ. ഇയാൾക്ക് എന്തിന്റെ കേടായത്? എടാ, അവക്ക് നിന്നെ ഇഷ്ടമാ. അതറിയിക്കാൻ നീ പാടിയപ്പോ അവള് കൂടെ പ്യാരി. പിന്നെ നിന്റെ വണ്ടിയുടെ പിന്നേക്ക് അറിയി. അവസാനം അവൾ ഐ ലൈക്കുന്നൊരു പറഞ്ഞു നോക്കി. എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലല്ലോടാ. ഞാൻ എന്ത് വേണമെന്നാ നിങ്ങൾ ഈ പറയണേ? നീ അവളോട് സോറി പറ. നീ ആ ഫോൺ എടുത്ത് അവളെന്ന് വിളിച്ചേ. പിന്നെ ഫോണ് എന്റെ പട്ടി വിളിക്കും. ഹലോ. അന്തോണി നേരുടെ വീടല്ലേ? അല്ല, റോങ് നമ്പർ. ഓ ആയിക്കോട്ടെ. ഹലോ. ഹലോ, ഞാൻ രാമൻകുട്ടിയാ. നേരത്തെ വിളിച്ചിരുന്നോ? ഓ, അതോ അത് ഞാനല്ല. നേരത്തെ ഒരു അന്തോണി നേരുടെ വീടാണെന്ന് ചോദിച്ചു വിളിച്ചല്ലേ. അയാളെ ഞാൻ അറിയേയില്ല. അതിരിക്കട്ടെ, എന്തിനാ വിളിച്ചേ? വീണ്ടും എന്നെ ചീത്ത പറയാനാ? സോറി, ഞാൻ പറഞ്ഞാലിപ്പം കടന്നുപോയി. അയ്യോ, എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. എന്നെ വഴക്കു പറഞ്ഞപ്പോ രാമൻകുട്ടിയോട് എനിക്ക് കൂടുതൽ ഇഷ്ടാ തോന്നിയത്. എന്റെ കളിയാക്കലും കുറച്ച് ഓവറായിരുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല, കൂടുതൽ ഓവറായത് ഞാനാ. ഞാനെന്താ ഇങ്ങനെ? കുറച്ചു നാളായി രാമൻകുട്ടിയോട് ചില കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് വിചാരിക്കുന്നു. എനിക്കും ഗൗരിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. നേരോ? എങ്കി പറ. അത് വേണ്ട, ജെൻസ് സെക്കൻഡ് എന്നല്ലേ, ലേഡി ആദ്യം പറ, എന്നിട്ട് ഞാൻ പറയാം. അത് അല്ലെങ്കിൽ വേണ്ട. ഇങ്ങനെയുള്ള കാര്യം നമ്മൾ ഫോണിൽ കൂടെ അല്ല പറയേണ്ടത്, മുഖത്ത് നോക്കി ധൈര്യമായിട്ട് പറയണം. നാളെ വൈകിട്ട് 5 മണിക്ക് ഞാൻ ബീച്ചിൽ വെയിറ്റ് ചെയ്യാം. നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ശരി, ഞാൻ വെക്കുകയാണ്. ഓ എന്നെ കൊണ്ട് തോറ്റു. ഹലോ, ഞാൻ പിന്നെ രാമൻകുട്ടിയാണ്. എന്താ പിന്നെ രാമൻകുട്ടി? അല്ല, അതൊരു 5 മണി എന്നുള്ളത് നമുക്കൊരു 4 മണിയാക്കാൻ പറ്റുമോ? എന്താ രാമൻകുട്ടി 5 മണിക്ക് ഫ്രീ അല്ലേ? അതെ, ഞാൻ 5 മണിക്ക് ഫ്രീ ആണ്. പക്ഷെ ഞാൻ 4 മണിക്ക് ഫ്രീ ആണ്. ഓക്കെ ഓക്കെ. എന്നെ സമ്മതിക്കണം. ഏതോ പെൺകുട്ടി വിളിച്ചിട്ടേ സുഖാണോ സുഖാണോന്ന് ചോദിക്കുക. സുഖം വേണോ സുഖം വേണോന്ന് ചോദിച്ചില്ലല്ലോ. ഓ, ഹലോ രാമൻകുട്ടി. ചെറുപ്പകാലം മുതൽ കാണാൻ തുടങ്ങിയതാ ഞാൻ ഈ കടല്. ഇവിടെ തിരയണാൻ വേണ്ടി വിളിച്ചോണ്ട് വന്ന തന്നെ. തെക്കേടത്തെ തറവാട്ടിലേക്ക് ഈ ഗൗരിയെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ, എന്റെ പെണ്ണായിട്ട്. രാമൻകുട്ടി പറയാൻ പോകുന്ന ഇതൊക്കെ തന്നെ ആയിരിക്കുമെന്ന് ആ നിപ്പ് കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു. ശരിയാ, ഞാൻ രാമൻകുട്ടിയോട് ഒരുപാട് സ്വാതന്ത്ര്യം കാണിച്ചിട്ടുണ്ട്, ഒത്തിരി കളിയാക്കിയിട്ടുമുണ്ട്. അതൊക്കെ രാമൻകുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാ. പക്ഷേ
അത് രാമൻകുട്ടി കരുതുന്ന പോലുള്ളൊരു ഇഷ്ടമല്ല. രാമൻകുട്ടിക്ക് വിഷമമൊന്നും തോന്നരുത്. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. ചെറുപ്പം മുതല് പരസ്പരം ഇഷ്ടപ്പെട്ട കളിക്കൂട്ടുകാരാ ഞങ്ങള്. ശരിക്കും പറഞ്ഞ എന്റെ മുറച്ചെറുക്കനാ ഉണ്ണി. ഹലോ രാമൻകുട്ടി, അയ്യോ ഇന്നെന്താ വാലില്ലേ? ഇല്ല, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോ എടുക്കാൻ മറന്നു. ആ